ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിക്കൊപ്പവും പിന്നെ നമ്മളുടെ വൈറ്റ് റൈസിനൊപ്പം ആണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു കുഞ്ഞി സ്ലൈസ് ബട്ടർ മതി കേട്ടോ. അപ്പം ബട്ടർ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സവാളയൊക്കെ വാടി കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4-5 കശുവണ്ടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പഴുത്ത വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരു സവാള നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 തക്കാളി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ ഗ്രേവിക്ക് കിട്ടുന്നത്. തക്കാളിയുടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു രീതിക്ക് നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിത് ചൂടാറാനായിട്ട് അനുവദിക്കണം. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമുക്കപ്പം ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരല്പം കൂടെ ഫ്ലേവറും ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഹോൾ സ്പൈസസ് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഹോൾ സ്പൈസസ് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ കൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പം ഈ ജീരകവും പിന്നെ നമ്മൾ ഈ ഹോൾ സ്പൈസസും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയ ആ ഒരു മിശ്രിതം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ വേണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നമ്മളുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. സ്വല്പം കൂടെ എരിവൊക്കെ വേണ്ടവർ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഗ്രേവി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് പോരായ്ക തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം. അപ്പം സോയ ഇവിടെ ഞാൻ കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. അപ്പം സാധാരണ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സോയ ഇങ്ങനെ റോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ആക്കിയാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ സോയയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടം അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷേ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ബട്ടർ മസാല ടൈപ്പാണ് നമ്മൾ ഈ ഒരു ഗ്രേവി തയ്യാറാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സോയയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സോയയൊക്കെ ഒന്ന് വെന്തും കൂടെ വരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മളുടെ സോയയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്നറിയാമോ, കുറച്ച് കസൂരി മേത്തി വേണം. അപ്പം കസൂരി മേത്തി സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പം ഇടാറുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ ഇപ്പം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പം അത് നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അത് നല്ലൊരു ഫ്ലേവർ എന്നത്. ഇത് നമ്മൾ അവസാന ഭാഗമായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളേ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ മിസ്സായി പോയതാണ്. അപ്പം ഞാൻ കസൂരി മേത്തി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയൊരളവിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് സോയ ബട്ടർ മസാല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പനീർ ബട്ടർ മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊപ്പവും നാന് പിന്നെ നമ്മളുടെ അപ്പത്തിനൊപ്പവും കഴിക്കാനും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അതിനൊപ്പം സെർവ് ചെയ്യാനും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുതേ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബായ്.